ഹായ് ഫ്രണ്ട്സ്, ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. 102 സീറ്റുകളിലേക്ക് നടന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പ് BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം 2019 BJP തൂത്തുവാരിയ സീറ്റുകളാണ് ഈ 102 സീറ്റുകൾ. ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന എല്ലാം ബോണസാണ്. അവർക്ക് എന്ത് കിട്ടിയാലും ബോണസാണ്. കാരണം 2019 ഈ സീറ്റുകളിൽ വളരെ ദയനീയ പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത്. ഉദാഹരണത്തിന് വെസ്റ്റേൺ UPയിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ പലയിടങ്ങളിലും മഹാപഞ്ചായത്ത് ചേർന്ന് BJPയെ ബോയ്ക്കോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി. തീർച്ചയായും അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വരും. അതുപോലെ രാജസ്ഥാനിലാണെങ്കിൽ ജ്യോതിരാദിത്യ സിന്ധ്യ രംഗത്തില്ല. മുഖ്യമന്ത്രി നിശ്ചയിച്ച കാര്യത്തിലും മന്ത്രിമാരെ നിശ്ചയിച്ച കാര്യത്തിലൊക്കെ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെടുകയായിരുന്നു. അതിനോട് പ്രാദേശിക നേതൃത്വത്തിന് ശക്തമായ എതിർപ്പുണ്ട്. അതോടൊപ്പം കൂട്ടുവായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 2019 കോൺഗ്രസ് ഭരിക്കുകയായിരുന്നു, BJP തൂത്തുവാരി. ഇത്തവണ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. മുഴുവൻ സീറ്റ് നേടുകയില്ലെങ്കിൽ പോലും പാതിയോളം സീറ്റ് ഉറപ്പായിട്ടും കോൺഗ്രസ് ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ മഹാരാഷ്ട്രയിലാണെങ്കിലും മഹാവികാസ് അഘാടി ശക്തമായി തന്നെ BJPയെ നേരിടുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ ഇന്ത്യ മുന്നണി മുന്നിൽ എന്ന് പറയേണ്ടി വരും. ഏതാണെങ്കിലും അന്തിമഫലം കാത്തിരുന്ന് കാണാം.